പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടുംപാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ്. മാരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കോട്ടുംപാടം. ഫോൺ 9048460916. UDFന്റെ പോരാട്ടം രണ്ട് തലത്തിലാണെന്നും ഭരണഘടനയെ സംരക്ഷിക്കുന്നതും ഇന്ത്യയുടെ അന്തഃസത്തയെ നിലനിർത്തുന്നതുമാണ് ഒരു തലമെങ്കിൽ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ അവരുടെ ശബ്ദമായി മാറുക എന്നതാണ് രണ്ടാമതെന്നും പ്രിയങ്ക ഗാന്ധി MP പറഞ്ഞു. വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ UDF ബൂത്ത് തല നേതൃസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. No, madam. This was long overdue. 2 years now. This has been carrying on in Manipur. ഇന്ത്യയുടെ ചരിത്രത്തിൽ രാജ്യത്തിന്റെ ഭരണഘടന തകർക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടം ഉണ്ടായിട്ടില്ല. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ കേസുകളിൽ പെടുന്നതും സമ്മർദ്ദമുണ്ടാകുന്നതും സാധാരണ പ്രവർത്തകർക്കാണ്. തന്റെ തെരഞ്ഞെടുപ്പിൽ വീടാന്തരം കയറി നടത്തിയ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഈ വിജയം. അത് സാധാരണ പ്രവർത്തകർക്ക് അവകാശപ്പെട്ടതാണെന്നും പ്രിയങ്ക പറഞ്ഞു. വലുതും ചെറുതുമായ ഒട്ടേറെ ദൈനംദിന പ്രശ്നങ്ങൾ ഓരോ പ്രദേശങ്ങളിലും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നേതൃത്വത്തിന്റെയും തന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് പ്രിയങ്ക പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. തനിക്ക് തെറ്റുകളുണ്ടായാൽ തിരുത്തുകയും വിമർശിക്കുകയും വേണം. വ്യത്യസ്തമായി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും യാതൊരു സങ്കോചവുമില്ലാതെ തന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും പ്രിയങ്ക പറഞ്ഞു. Especially to you, I want to say thank you because from here I got the largest margin out of all. എനിക്ക് നിങ്ങളോട് പ്രത്യേകമായി നന്ദി പറയേണ്ടതുണ്ട്. കാരണം ഈ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം എനിക്ക് നിങ്ങൾ നൽകിയത്. And for me, that means it is a symbol of how hard you worked, not just during the election, but how hard and how well connected you have been to the people of your areas, right from the last 5 years, from when Rahulji became MP and maybe even from before that. അതിൽ എനിക്ക് നിങ്ങളോട് പ്രത്യേകമായി എനിക്ക് നിങ്ങളോട് നന്ദി പറയാനുള്ളത്, നിങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം രാഹുൽ ഗാന്ധി MP ആയിരിക്കുമ്പോൾ അതുപോലെ അതിനു മുമ്പ് ഉള്ളത് അവർക്കെല്ലാം വേണ്ടി ഏറ്റവും ജനങ്ങളോടൊപ്പം നിന്ന് കഠിനമായ പ്രയത്നം നടത്തിയതിന്റെ പ്രതീകമാണ് ഈ വലിയ ഭൂരിപക്ഷം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. So you might be knowing that for 35 years I managed Sonia ji and Rahul ji's elections in Raebareli and Amethi. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 35 വർഷത്തോളമായി ഞാൻ അമേഠിയിലും റായ്ബറേലിയിലും രാഹുൽ ഗാന്ധിയുടെയും സോണിയ ഗാന്ധിയുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ യോജിപ്പിക്കാറ്. And when I first started in Amethi, the first election of my mother in 1999, there was no organization on the ground. We did not have a team of soldiers, of warriors like you are. 1999 സോണിയാഗാന്ധിയുടെ ആദ്യത്തെ അമേഠിയിലെ മത്സരത്തിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള യാതൊരു സംഘടനാ സംവിധാനവും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉള്ളവരെ പോലെ നിങ്ങൾ ഒരു വലിയ ഭടന്മാരെ പോലെ നിങ്ങൾ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന വലിയൊരു സംഘടനാ സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല. Because my father had passed away 8 years before that, and since then the organization in Amethi had become weak. നിങ്ങൾക്കറിയാം, എൻ്റെ അച്ഛൻ 8 വർഷം മുമ്പ് മരണപ്പെട്ടു പോയിരുന്നു. പക്ഷെ അതിനുശേഷം അമേഠിയിലെ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ്. So I was 27 years old, around the age my son is today, and my job was to manage the election, and therefore during the day I used to campaign, and at night we used to sit with whichever workers we could find from that block or that area, and we would make the block committee, the booth committee and the election committee. അപ്പോൾ അന്ന് എനിക്ക് 27 വയസ്സാണ്. ഇന്ന് എൻ്റെ മകനും 27 വയസ്സാണ്. ഞാൻ അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പോകും. അവിടെ ഞാൻ പകൽ സമയം പ്രചരണത്തിൽ ഏർപ്പെടുകയും രാത്രി കിട്ടാവുന്ന പ്രവർത്തകരെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടുത്തെ ബ്ലോക്ക് കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികളും ഉണ്ടാക്കുകയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. So from then to now, when I stood for my own election, has been a long journey. But in this journey, I have understood very, very well the importance of the work that all of you do. അതുകൊണ്ട് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിൽക്കുമ്പോഴും ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴുള്ള യാത്ര, ഇന്നുവരെയുള്ള യാത്ര വളരെ വലിയ ഒരു യാത്രയാണ്. പക്ഷെ ആ യാത്രയിൽ നിങ്ങൾ ഏറ്റവും അധികം താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഇടുന്ന കഠിന പ്രയത്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. You are the backbone not just of the election
election and the campaign. You are the backbone of the UDF. And today, more than any other time in the history of our country, you are the backbone of the fight for our constitution and for the democratic values that we all stand for. അതുകൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ മാത്രമല്ല, നിങ്ങൾ ഈ സംഘടനയുടെയും UDF-ന്റെയും എല്ലാം നട്ടല്ല. അത് മാത്രമല്ല, ഇന്ന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ നട്ടല് എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള പ്രവർത്തകരാണ്. Never in the history of 2 മാസങ്ങൾക്കുള്ളിൽ 5ഓളം മനുഷ്യജീവനുകളാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത്. അധികൃതർക്ക് പരിഹാരം കാണാനുള്ള സതുദ്ദേശമുണ്ടെങ്കിലും ഫണ്ടിന്റെ അപര്യാപ്തത തടസ്സമാണ്. ഇതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തും. CSR ഫണ്ട് സമാഹരിക്കുവാനും ശ്രമിക്കുമെന്നും അവർ ഉറപ്പു നൽകി. പുളിയക്കോട് KT കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ P. ഖാലിദ് അധ്യക്ഷത വഹിച്ചു. AP അനിൽകുമാർ MLA, AICC അംഗം E. മുഹമ്മദ് കുഞ്ഞ്, DCC പ്രസിഡന്റ് VS ജോയ്, KPCC ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ഷൌക്കത്ത്, ആലിപ്പറ്റ ജമീല, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി മജീദ് തുവൂർ, കേരള കോൺഗ്രസ് ജേക്കബ് നേതാവ് TD ജോയ്, KT അജ്മൽ, കളത്തിൽ കുഞ്ഞാപ്പുഹാജി, KC കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.